അതിൻ്റെ ഒരു ഓഫർ പ്രൈസാണ്. സോ മാരുതി സുസുക്കി അനൗൺസ് ചെയ്ത ഒരു ഹെവി ഓഫറാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ എടുക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പുതിയ കാറുകൾ മേടിക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസും ഓപ്പൺ ആവും. സോ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോട്ടോ, ഈ ഒരു സ്ഥലത്ത് തന്നെ പവർ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. അനദർ പ്ലസ് പോയിന്റ് ഹൈബ്രിഡ് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. സോ അതിൻ്റെ ബാഡ്ജിങ് ആണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. മാരുതി സുസുക്കി എന്ന ബ്രാൻഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലോട്ട് വരും. അതിലൊന്നാണ് അതിൻ്റെ ഒരു ലോ മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി, അതുപോലെ അതിൻ്റെ ഒരു റീസെയിൽ വാല്യൂ. എല്ലാതുകൊണ്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് മാരുതി സുസുക്കി. സോ ഇന്നത്തെ എൻ്റെ കൂടെയുള്ളത് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര. ഈ ഒരു ഗ്രാൻഡ് വിറ്റാര കൊണ്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഓഫർ പ്രൈസാണ്. സോ മാരുതി സുസുക്കി അനൗൺസ് ചെയ്ത ഒരു ഹെവി ഓഫറാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സോ ലെറ്റ്സ് ഗോ ദ ഫുൾ വീഡിയോ ഓഫ് ഗ്രാൻഡ് വിറ്റാര. സോ ഇതാണ് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര. ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡ് ആണ് എൻ്റെ മുന്നിൽ കിടക്കുന്നത്. സോ ഇതിനാണ് അത്യാവശ്യമുള്ള ഓഫേഴ്സ് എന്നുള്ളത്. സോ നിങ്ങളൊരു പുതിയ കാർ മേടിക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പുതിയ കാറുകൾ മേടിക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അയച്ചു കൊടുക്കുക, ഈ ഒരു വെഹിക്കിൾ ബുക്ക് ചെയ്യാൻ പറയുക. കാരണം അത്യാവശ്യം ഹെവി ഓഫേഴ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ സുസുക്കി അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, പെട്ടെന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് വെഹിക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം അവൈലബിൾ ഉള്ളൂ. സോ നമുക്ക് ഈ വെഹിക്കിൾ അടുത്ത് പരിചയപ്പെടാം ഫീച്ചേഴ്സും. സോ സ്ട്രൈറ്റ് വേ മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് കണ്ടു തുടങ്ങാം. സോ ഫൈനലി ഇതാണ് പുതിയ ഫ്രണ്ട് പ്രൊഫൈൽ എന്നത്. സോ ഇതിൽ വന്നൊരു ഗ്രിൽ യൂണിറ്റ്, ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ഒരു ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് സുസുക്കിയുടെ ലോഗോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്രോം പ്ലേറ്റിങ്, നോർമൽ ക്രോമുള്ള ഒരു ഡാർക്ക് ക്രോം മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത്യാവശ്യം സ്പോർട്ടി ഫീൽ ഉണ്ട്. ആ ഒരു ബ്ലാക്കും ആ ഒരു ക്രോമും ചേർന്ന സമയത്ത് പറയാനായിട്ട് സാധിക്കും. സോ നേരെ 360 ഡിഗ്രി ക്യാമറ സപ്പോർട്ടർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ക്യാമറയാണ് അവിടെ കൊടുത്തുള്ളത്. ആക്സറീസ് ആയിട്ട് ഫ്രണ്ട് സ്കേർട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ പുതിയ ഫേസ് ലിഫ്റ്റിൻ്റെ മെയിൻ ചേഞ്ചാണ് ഫോഗ് ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഫോഗ് ലാമ്പ് പുതിയ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റിൽ LED ലാംപ്സ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത്. 10 ഇൻഡിക്കേറ്റേഴ്സ് DRL യൂണിറ്റ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. സോ ഫ്രണ്ടിൽ മെയിൻ ഹൈലൈറ്റ് പറയുന്നത് ആ ഒരു ഗ്രിൽ യൂണിറ്റ് ആണ്. സോ സ്ട്രേറ്റ് വേ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയാം. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് പുതിയൊരു അപ്ഡേറ്റിലൊന്ന് മെയിൻ ചേഞ്ചാണ് ആ ഒരു അലോവീൽ പാറ്റേൺ. സോ ഇതാണ് പുതിയ അലോവീൽ വന്നിട്ടുള്ളത്. സോ ഇതിൽ ഡോൾട്ടോൺ ഡയമണ്ട് കട്ട് അലോവീലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 5 സ്പോക്ക് 4 വീൽ ഡിസ്ക് ബ്രേക്ക് ആവുന്നത് അനദർ പ്ലസ് പോയിന്റ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു പുതിയ അലോവീൽ പാറ്റേൺ വരുന്നത്. സോ വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്, അതും ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് വീൽ ആർച്ച് കൊടുത്തുള്ളത്. ഈ ഒരു പോർഷനും ആക്സറീസ് ലോഡറാണ്. സൈഡ് വ്യൂ മിറർ, അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സും താഴെ ക്യാമറ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, അതും ആക്സറീസ് ചെയ്തതാണ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. അതുപോലെ ഈ ഒരു പോർഷനൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തതാണ്. കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് അത് ആഡ് ഓൺ ചെയ്യുന്നത്. സോ ബാക്ക് ടു ദ റിയർ പ്രൊഫൈൽ. വാവ്, ഫൈനലി ഇതാണ് ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ വരുന്നത്. സോ റിയർ പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിൻ ഹൈലൈറ്റും അട്രാക്റ്റീവും തോന്നിയ രീതിയിലാണ് അതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ആ ഒരു ടൈലാമ്പ് യൂണിറ്റ്. സോ അത്യാവശ്യം സ്പോർട്ടി ഫീലാണ് ഈ ഒരു ടൈലാമ്പ് യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സ്പ്ലിറ്റഡ് ടൈലാംപ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 10 ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലാമ്പ് ഈ ഒരു പോർഷനും ബ്രേക്ക് ലാമ്പ് ഇവിടെയാണ് കൊടുത്തുള്ളത്. സോ സുസുക്കിയുടെ വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാറിനുള്ള ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഹൈബ്രിഡ് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. സോ അതിൻ്റെ ബാഡ്ജിങ് ആണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ റിയറിലും ആ ഒരു സ്കേർട്ടിങ് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. റിയർ പാർക്ക് സെൻസസ് കാണാൻ സാധിക്കും. റിവേഴ്സ് ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിഫോക്കൽ ലൈൻസ്, ഹൈമൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിന, റിയർ വൈപ്പർ യൂണിറ്റും നമുക്ക് റിയർ പ്രൊഫൈൽ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ വരുന്നത്. ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ബൂട്ട് കപ്പാസിറ്റി ഒരു വെഹിക്കിളിന് വന്നിട്ടുണ്ട്. സോ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇത് താഴെ
ടൂൾ കിറ്റ് കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ യൂണിറ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ടൂളോടെ ചാർജിങ് സോക്കറ്റ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി. പാർസൽ ട്രേ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു പാർസൽ ട്രേ ആണ് വന്നിട്ടുള്ളത്. സോ മാനുവലി ക്ലോസ് ചെയ്യണേ ടെയിൽ ഗേറ്റ് എന്നോട് ക്ലോസ് ആയി. സോ സ്ട്രൈറ്റ് അവേ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറെ കുറിച്ച് സംസാരിക്കാം. സോ ഇതിൻ്റെ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ കീയിൽ നിന്ന് കണ്ടു തുടങ്ങാം. സോ ഇതാണ് ഓവറോൾ ഇതൊരു കീ വന്നുള്ളത്. ഒരു ബേസിക് കീ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ലോക്ക് അൺലോക്ക് എന്നൊരു ബേസിക് കീ. സോ നെക്സ്റ്റ് അപ്ഡേറ്റുകളിൽ കീയിലും ഒരു മാറ്റം വരെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ സ്ട്രൈറ്റ് അവേ ഇൻറ്റീരിയറിലോട്ട് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പേഡ് എന്ന് കണ്ടു തുടങ്ങാം. ബ്ലാക്ക് ഫിനിഷും ഒരു കോപ്പർ ഫിനിഷും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പവർ വിൻഡോ കൺട്രോൾ സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ ലോക്കുള്ള ബട്ടൺ, ലോക്കും അൺലോക്കും, മിറർ ഫോൾഡിങ്ങും ഫങ്ഷൻസും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്കും ഹാൻഡിലും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഈ സ്റ്റിച്ചിങ്ങും അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ഫീലാണ് ഒരു സ്റ്റിച്ചിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, വാട്ടർ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ചേഞ്ച് വന്നുള്ളത് സീറ്റാണ്. വെന്റിലേറ്റഡ് സീറ്റാണ് വന്നുള്ളത്. ഫ്രണ്ടിൽ 2 സീറ്റും അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. അനദർ പ്ലസ് പോയിന്റ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. ഒരു ഡോൾട്ടൺ കളറിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നേരെ ഇൻറ്റീരിയറിൽ കയറി നോക്കാം. സോ ഫൈനലി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയുള്ളത് അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ഫീലും നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻറ്റീരിയർ കാണുന്ന സമയത്ത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൽ കണ്ടു തുടങ്ങാം. ഒരു ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് ഒരു ഗ്രാൻഡ് വിറ്റാറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ യൂണിറ്റും കാണാനായിട്ട് സാധിക്കും. ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻസ് ഈ ഒരു പോർഷനിലും മീഡിയ കൺട്രോൾ ബട്ടൺസ് ഈ ഒരു പോർഷനിലാണ് കൊടുത്തുള്ളത്. സോ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫുള്ളി ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ധാരാളം ഇൻഫർമേഷനും നമുക്കിതിൽ അറിയാണ്ട് സാധിക്കും. സോ ഇവിടെ ഹൈബ്രിഡിൻ്റെ ഓപ്ഷൻസാണ് ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുള്ളത്. ഫ്യൂൽ ഗേജും ഹീറ്റിൻ്റെ ഗേജും ആ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്പീഡോമീറ്റേഴ്സും അവിടെ കാണാനായിട്ട് സാധിക്കും. ഗിയർ പൊസിഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കോക്പിറ്റ് ഉള്ളത്. വൈപ്പർ കൺട്രോൾ ഈ ഒരു പോർഷനിലും ഹെഡ്ലൈറ്റ് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് യൂണിറ്റാണ് ബേസ് മോഡ് മുതൽ വന്നിട്ടുള്ളത്. സോ അതുപോലെ തന്നെ പുഷ്പട്ട സ്റ്റാർട്ട് ബേസ് മോഡിൽ മുതലേ വന്നിട്ടുണ്ട്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈബ്രിഡ് ആയ കാരണം ഒരു ബ്ലൂ ഫിനിഷാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ. സോ അതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ സോ നമ്മളൊരു ഹൈവേയിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലസ്റ്ററിൽ നോക്കിയിട്ട് ശ്രദ്ധ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ നേരെ റോഡിൽ തന്നെ ഒരു ഇൻഫർമേഷൻ കാണുന്ന രീതിയിലാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒരു വെഹിക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതൊരു പ്ലസ് പോയിന്റ് ആണ്. സോ ഈ കൺട്രോളിങ് യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഓഫ് ഓൺ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ക്യാപ്റ്റ് വരുന്നത്. സോ നമുക്കൊരു AC വെൻറ്റും കൊടുത്തിട്ടുണ്ട്. സോ നേരെ സെൻട്രൽ കൺസോളോട്ട് പോകുകയാണെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം അത്യാവശ്യമുള്ള കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സിലെ ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു വെഹിക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ നമുക്ക് വയർലെസ്സി കണക്ട് ചെയ്യാനും സാധിക്കും. ഹസർ ലാമ്പിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. സോ ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യും. താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ബേസ് മോഡിൽ മുതലേ വന്നുള്ളത്. അനദർ പ്ലസ് പോയിന്റ്. സോ നമുക്കിവിടെ കുറച്ച് ഡെമ്മി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അതിന് സ്വിച്ചസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ട്രാഷൻ കൊണ്ട് ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. 2 വാട്ടിന് ചാർജിങ് സോക്കറ്റും ഇവിടെ കാണാനായിട്ട് സാധിക്കും. താഴെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ പാർക്ക് ബ്രേക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, B. ഈ B എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വലിയൊരു ഹില്ലൊക്കെ ഇറങ്ങി വരികയാണെങ്കിൽ ഒരു എൻജിൻ ബ്രേക്കിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കും. സോ നമുക്കൊരു ലിമിറ്റഡ് സ്പീഡിൽ നമുക്ക് എൻജിൻ ബ്രേക്കിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കും. സോ നിങ്ങൾ ഏതെങ്കിലും ഹില്ല് ഇറങ്ങുന്ന സമയത്ത് ബെറ്റർ ഓപ്ഷൻ ഈ ഒരു ബിയിൽ ഇട്ടിട്ട് ഇറങ്ങണതാണ്. സോ ഇവിടെ നമുക്ക് EV മോഡിൽ വരുന്നുണ്ട്, ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, പവർ, എക്കോ എന്ന 2 ഡ്രൈവ് മോഡ്സ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ക്ലസ്റ്ററിൽ കാണാൻ സാധിക്കും. പവർ എന്ന് പറയുമ്പോൾ റെഡ് ഫിനിഷ് വരുന്നു, എക്കോ എന്ന് പറയുമ്പോൾ വേറൊരു ഫിനിഷ് വരും. ക്ലസ്റ്റർ തീമും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് 2 ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ട് EV മോഡ് വരുന്നുണ്ട്. സോ ഫ്രണ്ടിൽ 2 സീറ്റും വെന്റിലേറ്റർ സീറ്റാണ് കൊടുത്തിട്ട് അതിൻ്റെ കൺട്രോൾ യൂണിറ്റാണ് ഇവിടെ പ്ലേസ് ചെയ്തത്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, സ്ലൈഡബിൾ ഹാൻഡ് റെസ്റ്റ്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സോ ഇനി നേരെ പാസഞ്ചർ സൈഡിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഗ്ലൗ ബോക്സ്, അത്യാവശ്യം സ്പേഷ്യസ് ഉള്ള ഗ്ലൗ ബോക്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓട്ടോ ഡിപ്പിംഗ് ആയി റിവ്യൂ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ, റീഡിംഗ് ലാമ്പ്. സോ റീഡിംഗ് ലാമ്പിൻ്റെ
ഒരു ഫങ്ഷൻ എന്താ വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ഫങ്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ സൺ റൂഫ് വരുന്നുണ്ട്, നമുക്ക് ഒരു പാനോറമിക് സൺ റൂഫാണ് കൊടുത്തുള്ളത്. സോ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസും ഓപ്പൺ ആവും. സോ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോട്ടോ, ഈ ഒരു സെൻറ്റർ പോർഷനും കൂടി അത്യാവശ്യം ബാക്കിലോട്ട് പോയിട്ട് ഒരു വൈഡ് വ്യൂ ആണ് ഒരു സൺറൂഫിൽ വന്നിട്ടുള്ളത്. സോ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ സൺറൂഫ് വ്യൂ ആണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റാരയിൽ വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവർ ഇതിൻ്റെ ഒരു സൺറൂഫ്. സോ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ക്ലോസ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് നേരെ ടിൻറ്റും ക്ലോസ് ആവും, കണ്ടോ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. സോ നമുക്ക് നേരെ സെക്കൻഡ് റോ കണ്ടിട്ട് വരാം. ഫൈനലി സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പേഡ് നിന്ന് കണ്ടു തുടങ്ങാം. ഈ ഒരു കർട്ടൻ നമ്മൾ എക്സ്ട്രാ ആക്സറീസ് ലോഡ് ചെയ്ത ഒരു കർട്ടനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഒരു നേരെ താഴെ ലോക്ക് അൺലോക്ക് ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്, പവറിൻ്റെ സ്വിച്ചസ് കാണാൻ സാധിക്കും. നേരെ താഴെ സ്റ്റോറേജ് സ്പേസും വാട്ടർ ബോട്ടിൽ ഹോൾഡറും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നേരെ സെക്കൻഡ് റോട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു സെക്കൻഡ് റോ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നേരെ ഇരുന്ന് നോക്കാം ഗായ്സ്, അത്യാവശ്യം നല്ല ലെഗ് റൂം ലഭിക്കുന്നുണ്ട്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. കംഫർട്ടബിൾ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഈ ഒരു സെക്കൻഡ് റോയിൽ. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ താഴെ സീപോർട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു AC വെൻറ്റുകളും റിയറിൽ വന്നിട്ടുണ്ട്, റീഡിങ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് ഒരു ബാക്ക് വരെയുള്ള കാരണം നല്ല ചിൽ മോഡിൽ നമുക്ക് സെക്കൻഡ് റോയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. സോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ ഒരു സൺ റൂഫ്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് സിംഗിൾ പാനാണോ അതോ പാനോറമിക് സൺ റൂഫാണോ മൂൺ റൂഫാണോ ഇഷ്ടം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. സോ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിലുണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഒരു ഫുള്ളി ബ്ലാക്ക്ഡ് സീറ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പോർട്ടി ഫീലും ലഭിക്കും ഈ ഒരു ബ്ലാക്ക്ഡ് സീറ്റ് കാണുന്ന സമയത്ത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ വരുന്നത്. ഫൈനലി എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കൊരു 3 രീതിയിൽ എൻജിൻ അവൈലബിൾ ആണ്. ഒരു 1.5 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനും 1.5 ലിറ്റർ സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിനും 1.5 ലിറ്റർ CNG ഓപ്ഷനിലും ഈ ഒരു എഞ്ചിൻ അവൈലബിൾ ആണ്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 1.5 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനാണ്. സോ ഒരു 3 സിലിണ്ടർ വെഹിക്കിളാണ് ഈ ഒരു എഞ്ചിന് വരുന്നത്. അറൗണ്ട് 160 bhp പവറും 140 Nm ടോർക്കാണ് ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫിക്കസ് ഒരു എഞ്ചിൻ തരുന്നതാണ്. സോ അതിൽ നമ്മൾ കണ്ടുകൊടുക്കുന്ന ഒരു CVT ട്രാൻസ്മിഷനാണ്, ഫുള്ളി പാക്ക്ഡ് എഞ്ചിനാണ്. അറൗണ്ട് 27 കിലോമീറ്റർ മൈലേജും ഈ ഒരു വെഹിക്കിൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ ഫുൾ ഡീറ്റെയിൽസ്. ഫൈനലി ഇതാണ് ഗ്രാൻഡ് വിറ്റാര ആൽഫ വേരിയൻ്റ് വരുന്നത്. സോ നിങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തതിൻ്റെ ഓഫർ പ്രൈസ് എത്ര എന്ന് അറിയാൻ വേണ്ടില്ലേ, 2.15 lakh ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത്. ഒരു ഹെവി ഓഫറാണ് മാരുതി സുസുക്കി ഇപ്പോൾ അനൗൺസ് ചെയ്തത്. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം അവൈലബിൾ ഉള്ളൂ. പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് വെഹിക്കിൾ കിട്ടും. സോ ഡോണ്ട് വേസ്റ്റ് ടൈം. സോ സൈനിങ് ഓഫ് ഫ്രം ഷാൻ CRZ ഫ്രം ഗ്രാൻഡ് വിറ്റാര ഫുൾ ഡീറ്റെയിൽഡ് ആൽഫ റിവ്യൂ. സോ നെക്സ്റ്റ് വീഡിയോ കാണാം.